ഇന്നത്തെ ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ സർജറി പോസ്റ്റിംഗ് കഴിയുന്ന ദിവസം, അതായത് MBBS ലൈഫിൽ നമുക്കിനി ഒരു റിവ്യൂ പോസ്റ്റിങ്ങും ഹൗസ് ഏജൻസി പോസ്റ്റിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് നമുക്കിനി റിവ്യൂ പോസ്റ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. മേജർ പോസ്റ്റിങ്ങിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു സർജറി പോസ്റ്റിംഗ്. അടിപൊളിയായിരുന്നു, കാരണം നമ്മൾ ഫ്യൂച്ചർ ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു പുതിയ HOD വന്നു, അടിപൊളിയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നൊരു റിഫ്രഷിങ് ഡേ ആണ്, കാരണം മൺഡേ മുതൽ പുതിയ പോസ്റ്റിംഗ് തുടങ്ങുകയാണ്. അപ്പം അതിന് മുൻപൊന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പുതിയ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണം, എന്തെങ്കിലും ചെയ്യണം. കാരണം ഇപ്പം ബേസിക്കലി ഒറ്റയ്ക്കാണ് റൂമിൽ. റൂംമേറ്റ്സൊക്കെ വീട്ടിൽ പോയി. അപ്പോൾ ഡാൻസ് കളിച്ചാലും വിചാരിക്കുക, കാരണം കുറച്ച് നാളായി ഒരു ഗ്യാപ്പൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പം ഒന്നില്ലെങ്കിൽ ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കോ, പിന്നെ റെക്കോർഡ് എഴുതാനുള്ള. എന്തായാലും അതൊരു സ്ട്രെസ്സാണല്ലോ, അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. മേ ബി ഒരു 30 seconds റീലൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. നോക്കാം എന്താണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. மேகம் ரெண்டும் சேர்க்கையும் மோகம் கொண்ட ஞாபகம் வாயில்லாம போனா வார்த்தை இல்லை கண்ணே நீ இல்லாம போனா வாழ்க்கை இல்லை கண்ணே முள்ளோடுதான் മുത്തങ്ങളാ சொல் சொல். ഇന്നത്തെ പ്രാക്ടീസൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഒരു 30 seconds ഒരു റീലാണ്, തമിഴ് സോങ്ങാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബേസിക്കലി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം സിറ്റിംഗ് പോസ്റ്ററിൽ ചെയ്ത് പഠിച്ച് പിന്നെ ബോഡി എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ട് ഫുഡ് വർക്കിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടൈം കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാം. ബേസിക്കലി ബൈ പാഷൻ ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എത്ര അവേഴ്സ് പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ എക്സസൈസ് ചെയ്യും എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പം ആദ്യം സിറ്റിംഗ് പോസ്റ്റേഴ്സിൽ ചെയ്ത് പഠിച്ചിട്ട് ഒരു ഫേസ് കൺട്രോൾ വന്നതിന് ശേഷം ബോഡി പോസ്റ്റേഴ്സിലേക്ക് പോയിട്ട് ഫുഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ